വിനോദ്, ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെ മുരളീധരൻ, ഈ വലിയ കോളിളക്കം സൃഷ്ടിച്ച ISRO ചാരക്കേസ് കെട്ടുകഥയായിരുന്നു എന്ന CBIയുടെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഈ CI ആയിരുന്ന വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ് എന്നാണ് CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത്. നമ്പി നാരായണന്റെ പ്രതികരണവും അതിനുശേഷം ഞങ്ങൾ തേടിയിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ 98% സംതൃപ്തനാണ്, പക്ഷെ ഞാൻ അനുഭവിച്ച കാര്യം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, അത് അനുഭവിച്ചാലേ അറിയാവൂ എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരെ ഏറ്റവും ഹീനമായി ചിത്രീകരിക്കുക മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കെ കരുണാകരനെ പോലും വേട്ടയാടിയ ഒരു സംഭവമാണ് ചാരക്കേസ്. അവസാനം അദ്ദേഹത്തിനാണ് ഇതിൽ ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത്. കാരണം പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിച്ചേ തീരൂ. അത് ആളുകൾ തെറ്റ് ചെയ്താൽ അവർക്ക് പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് ചാരക്കേസിലുണ്ടായ സംഭവവികാസങ്ങൾ. ഏതായാലും കെ കരുണാകരന്റെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. അതെ, കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും തനിക്ക് പ്രശ്നമില്ല എന്നാണ് നമ്പി നാരായണൻ പറഞ്ഞത്. അല്ല, ഏതായാലും അവരെ കുറ്റവാളികളായിട്ട് സമൂഹത്തിന് മനസ്സിലായല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരുടെ മാനസികമായി അന്ന് അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളൊന്നും അതൊന്നും ആർക്കും വർണ്ണിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്പി നാരായണന്റെ അനുഭവം തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ എന്നെ പോലെ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അതിന്റെ ഒരു ഭാഗം അനുഭവിച്ച ആളാണ് ശ്രീ കെ കരുണാകരൻ. അതെ, 30 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടമായിരുന്നു, ശ്രീ നമ്പിനാരായണന്റെ ഒരു പോരാട്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് താൻ കുറ്റവാളിയല്ല എന്ന് തനിക്ക് തെളിയിക്കണമായിരുന്നു, അത് തെളിയിച്ചു. മറ്റാരോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യവും തെളിയിക്കണമായിരുന്നു, അതും തെളിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആർക്കു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള സത്യം കൂടെ പുറത്തു വരാനുണ്ട്. അതുകൂടെ പുറത്തു വരട്ടെ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, വളരെയധികം നന്ദി. ശ്രീ കെ മുരളീധരനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് കരുണാകരന്റെ ആത്മാവിനും നീതി കിട്ടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനും സന്തോഷമാകും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ISRO ചാരക്കേസ് കെട്ടുകഥയായിരുന്നു എന്നുള്ള CBI കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച നമ്പി നാരായണന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. വിനോദ്.